അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പൈശാചികമായ ബാധ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ അമൽ ചെയ്യുക. ഇൻഷാ അള്ളാഹുവിൻ്റെ ഖദറിൽ നിങ്ങൾക്ക് ശിഫ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ അമൽ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ശിഫ തരും. എല്ലാ പൈശാചിക ബാധയും അള്ളാഹു നീക്കിത്തരട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. പച്ചവെള്ളമാണ് വേണ്ടത്. ആ വെള്ളത്തിൽ സൂറത്തുൽ ഫാത്തിഹ 11 തവണ മന്ത്രിച്ച് ഊതുക. ശേഷം 21 തവണ ആയത്തുൽ കുർസി മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക. അതുപോലെ തന്നെ സൂറത്തു യാസീൻ 1 തവണ മന്ത്രിച്ച് ഊതുക. അതോടൊപ്പം സൂറത്തു സ്വാഫാത്ത് 1 തവണ, സൂറത്തുൽ മുസമ്മിൽ 1 തവണ, സൂറത്തു ദുഖാൻ 1 തവണ, ഇതെല്ലാം മന്ത്രിച്ച് വെള്ളത്തിലൂതി ആ വെള്ളം കുടിക്കുകയും ആ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുക. അതോടൊപ്പം കുളി കഴിഞ്ഞാൽ അരൂത പുകച്ച് അതിൻ്റെ പുക കൊള്ളുക. ഇൻഷാ അല്ലാഹ് 21 ദിവസം നിങ്ങൾ ഈ അമല് തുടരെ ചെയ്യുകയാണെങ്കിൽ പൈശാചികമായ ബാധ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. അള്ളാഹു എല്ലാ പൈശാചിക ബാധയും നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കിത്തരട്ടെ. അതുപോലെ അരൂത അരച്ച് അതിൽ 14 തവണ ആയത്തുൽ കുർസി മന്ത്രിച്ച് ഊതുക. 1 പ്രാവശ്യം സൂറത്തു യാസീൻ മന്ത്രിക്കുക. ഓരോ മുബീനിലും 3 തവണ ആയത്തുൽ കുർസി വീണ്ടും ഓതി ഇതിൽ മന്ത്രിച്ച് ഊതുക. ഈ മരുന്ന് ശരീരത്തിൽ തേച്ച് 20 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കുക. ശേഷമാണ് ഈ മന്ത്രിച്ച വെള്ളത്തിൽ കുളിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് എത്ര വലിയ ബാധയാണെങ്കിലും ഈ മരുന്ന് പ്രയോഗം കൊണ്ട്, ഈ മന്ത്രിച്ച വെള്ളത്തിൽ കുളിക്കൽ കൊണ്ട് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. ഒരുപാട് പേർക്ക് പറഞ്ഞുകൊടുത്ത് ഫലം കിട്ടിയ മരുന്നാണ്, പ്രയോഗമാണ്. പ്രയാസപ്പെടുന്നവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.